ബ്രുവറിയിലേതുപോലെ PM ശ്രീ പദ്ധതിയിലും നേതൃത്വം CPIഎമ്മിന് വഴങ്ങാതിരിക്കാനുള്ള നീക്കവുമായി CPI സംസ്ഥാന കൗൺസിൽ. PM ശ്രീ പദ്ധതിയിൽ പാർട്ടി നിലപാട് മാറ്റണമെങ്കിൽ സംസ്ഥാന കൗൺസിൽ വിളിച്ചു ചേർക്കേണ്ടി വരും. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിന്റെ പൊതുവികാരം ഉൾക്കൊണ്ട് സെക്രട്ടറി ബിനോയ് വിശ്വം ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകുകയായിരുന്നു. PM ശ്രീ പദ്ധതിയായിരുന്നു CPI സംസ്ഥാന കൗൺസിൽ യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. ചർച്ചയിൽ പങ്കെടുത്ത ജില്ലാ സെക്രട്ടറിമാരും മറ്റു 3 അംഗങ്ങളും PM ശ്രീ പദ്ധതിയോട് യോജിക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കത്തെ രൂക്ഷമായി വിമർശിച്ചു. അജിത് കൊളാടി, PS സുബാൽ, സജി എന്നിവരാണ് PM ശ്രീ പദ്ധതിയോട് യോജിക്കുന്നതിനെതിരെ രൂക്ഷമായ വിമർശനം നടത്തിയത്. പദ്ധതി സ്വീകരിക്കാനുള്ള മന്ത്രി വി ശിവൻകുട്ടിയുടെ നീക്കം ഏകാധിപത്യപരമാണെന്ന് കൗൺസിൽ അംഗങ്ങൾ വിമർശിച്ചു. സംഘപരിവാർ അജണ്ടയ്ക്ക് വഴങ്ങാൻ തയ്യാറല്ലെന്ന പാർട്ടി നിലപാട് ഉയർത്തിപ്പിടിക്കണം. പദ്ധതിയോടുള്ള എതിർപ്പ് വിജയിപ്പിച്ചെടുക്കാൻ ഏതറ്റം വരെയും പോകണമെന്നും സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ബ്രുവറി വിഷയത്തിൽ സംഭവിച്ചതുപോലെയാകരുത് PM ശ്രീ പദ്ധതിയിലെ നിലപാടെന്ന് ഉറപ്പിച്ച അംഗങ്ങൾ നേതൃത്വം നിലപാട് മാറ്റാതിരിക്കാൻ നിബന്ധന വെച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമ്മർദ്ദത്തിന് മുന്നിൽ നേതൃത്വം കീഴ്പ്പെടുമോ എന്ന സംശയവും നിബന്ധന വെക്കാൻ കാരണമായി. PM ശ്രീ പദ്ധതിയോട് യോജിക്കില്ലെന്ന കർശന സമീപനത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ സംസ്ഥാന കൗൺസിലിന്റെ അനുമതി വാങ്ങണമെന്നതായിരുന്നു അംഗങ്ങൾ മുന്നോട്ട് വെച്ച നിബന്ധന. LDF യോഗം വിളിച്ചാലും നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള നിബന്ധനയ്ക്ക് മുന്നിൽ സംസ്ഥാന നേതൃത്വത്തിന് വഴങ്ങേണ്ടി വന്നു. നിലപാടിൽ മാറ്റം വരുത്തേണ്ടി വന്നാൽ അതിനു മുമ്പ് സംസ്ഥാന കൗൺസിൽ വിളിക്കുമെന്ന് സെക്രട്ടറി ബിനോയ് വിശ്വം ഉറപ്പു നൽകി. ഇതോടെ ബ്രുവറി വിഷയത്തിൽ സംഭവിച്ചതുപോലെ CPM നിലപാടിന് മുന്നിൽ വഴങ്ങാൻ CPI സംസ്ഥാന നേതൃത്വത്തിന് കഴിയാതെ വരും. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.